Now draw the following figures using the methods we have used in this lesson. ഈ ഫിഗർ വരയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കാം. ഞാനിവിടെ 6 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളാണ് വരയ്ക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ആദ്യം 6 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള ഒരു ലൈന് റൂളർ വെച്ചിട്ട് വരയ്ക്കാം. ഇനി ഈ സൈഡിൻ്റെ രണ്ട് എൻഡ്സിലും 6 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള രണ്ട് ലൈൻസ് കൂടി വരയ്ക്കണം, എന്നാലേ നമുക്ക് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആവുള്ളൂ അല്ലേ. അപ്പോൾ അതിന് വേണ്ടി ഒരു കോമ്പസ് എടുത്തിട്ട് ഈ കോമ്പസ് ലെങ്ത്ത് 6 സെൻറ്റിമീറ്റർ മെഷർ ചെയ്യാം. എന്നിട്ട് കോമ്പസിൻ്റെ നീഡിൽ ഈ 6 സെൻറ്റിമീറ്റർ ലൈനിൻ്റെ ഒരു എൻഡിൽ വെച്ചിട്ട് ഒരു ആർക്ക് വരയ്ക്കാം, മറ്റേ എൻഡിലും വെച്ചിട്ട് ഒരു ആർക്ക് വരയ്ക്കാം. ഈ രണ്ട് ആർക്സ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് എന്ത്, നമ്മുടെ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ടോപ്പ് വെർട്ടെക്സ്. ആ വെർട്ടെക്സിൽ നിന്നും നമ്മുടെ 6 സെൻറ്റിമീറ്റർ സൈഡിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ നമ്മുടെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ കംപ്ലീറ്റ് ആയി. ഈ ട്രയാങ്കിളിൻ്റെ എല്ലാ സൈഡ്സും എന്തായിരിക്കും, 6 സെൻറ്റിമീറ്റർ ആയിരിക്കും. കാരണം നമ്മളെടുത്ത കോമ്പസ് ലെങ്ത്ത് എത്രയായിരുന്നു, 6 സെൻറ്റിമീറ്റർ ആയിരുന്നു. ഇനി നമുക്ക് ഓരോ സൈഡും 2 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇത് 6 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള സൈഡല്ലേ, അപ്പോൾ 6/2 എത്രയാണ്, 3 ആണല്ലേ. അപ്പോൾ 3 സെൻറ്റിമീറ്റർ ഇടവിട്ട് ഓരോ പോയിൻ്റ് ഇടണം. ആദ്യം നമുക്ക് ഈ സൈഡിൽ 3 സെൻറ്റിമീറ്റർ ഇടവിട്ട് ഒരു പോയിൻ്റ് ഇടാം. അപ്പോൾ ഈ സൈഡ് എത്ര പാർട്ടായി, 2 ഈക്വൽ പാർട്ടായി. ഇനി ഈ സൈഡിലും 3 സെൻറ്റിമീറ്റർ ഇടവിട്ട് ഒരു പോയിൻ്റ് ഇടാം. അപ്പോൾ അതും 2 ഈക്വൽ പാർട്സായി. ഇനി ഈ സൈഡിലും 3 സെൻറ്റിമീറ്റർ ഇടവിട്ട് പോയിൻ്റ് ഇടാം. അപ്പോൾ അതും എത്ര ഈക്വൽ പാർട്ടായി, 2 ഈക്വൽ പാർട്ടായി. ഇനി നമുക്ക് ഈ പോയിന്റിൽ നിന്നും ഈ 3 പോയിൻറ്റ്സിലേക്കും ജോയിൻ ചെയ്യാം. ഈ പോയിന്റിൽ നിന്നും ഇങ്ങോട്ട് ജോയിൻ ചെയ്യാം, ഈ പോയിന്റിൽ നിന്നും ഇങ്ങോട്ടും ജോയിൻ ചെയ്യാം. നമുക്ക് ഈ റൈറ്റ് സൈഡിലുള്ള ഈ 3 സെൻറ്റിമീറ്ററുള്ള ഈ രണ്ട് പാർട്സും എന്താ 2 ഈക്വൽ പാർട്ടാക്കണം. 3/2 എത്രയാണ്, 1.5 അല്ലേ. അപ്പോൾ 1.5 ഇടവിട്ട് ഇവിടെ ഒരു പോയിൻ്റ് ഇടാം. ഈ 3 സെൻറ്റിമീറ്ററിനെയും 2 ഈക്വൽ പാർട്ടാക്കണം. അപ്പോൾ 1.5 ഇടവിട്ട് ഒരു പോയിൻ്റ് ഇടാം. അപ്പോൾ ഈ രണ്ട് 3 സെൻറ്റിമീറ്റർ ഉള്ള പാർട്സ് എന്തായി, 2 ഈക്വൽ പാർട്സ് വീതമായി. ഇനി ഈ പോയിന്റിൽ നിന്നും ഇങ്ങോട്ട് ജോയിൻ ചെയ്യാം, ഈ പോയിന്റിൽ നിന്നും ഇങ്ങോട്ടും ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫിഗർ കംപ്ലീറ്റ് ആയി. ഈ രണ്ട് ട്രയാങ്കിൾസിനും ഒരു ലൈറ്റ് ബ്രൗൺ കളർ കൊടുക്കാം, ഈ രണ്ട് ട്രയാങ്കിൾസിനും ഒരു ഷെയ്ഡഡ് ബ്രൗൺ കളർ കൊടുക്കാം. ഈ റോംബസിന് ഒരു ബേജ് കളർ കൂടി കൊടുക്കുമ്പോൾ നമ്മുടെ ഫിഗർ കംപ്ലീറ്റ് ആയി. ഈ സെക്കൻഡ് ഫിഗർ വരയ്ക്കാം. അതിനുവേണ്ടി നമുക്ക് 4 സെൻറ്റിമീറ്റർ സൈഡുള്ള ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കണം. ആദ്യം ഒരു റൂളർ എടുത്തിട്ട് 4 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള ഒരു ലൈൻ വരയ്ക്കാം. ഈ സൈഡിൻ്റെ രണ്ട് എൻഡിലും 4 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള മറ്റ് രണ്ട് സൈഡ്സ് വരയ്ക്കണം. അതിനുവേണ്ടി ഒരു കോമ്പസ് എടുത്തിട്ട് കോമ്പസ് ലെങ്ത്ത് ഈ 4 സെൻറ്റിമീറ്റർ മെഷർ ചെയ്യാം. എന്നിട്ട് ഈ 4 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള സൈഡിൻ്റെ എൻഡിൽ വെച്ചിട്ട് ഒരു ആർക്ക് വരയ്ക്കാം, മറ്റേ എൻഡിലും വെച്ചിട്ട് ഒരു ആർക്ക് വരയ്ക്കാം. ഈ രണ്ട് ആർക്സും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് നമ്മുടെ ട്രയാങ്കിളിൻ്റെ ടോപ്പ് വെർട്ടെക്സ്. ഈ വെർട്ടെക്സിൽ നിന്നും ആദ്യം വരച്ച സൈഡിൻ്റെ എൻഡിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ കംപ്ലീറ്റ് ആയി. നമുക്ക് ഓരോ സൈഡും 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ സൈഡിനെ, ഇത് 4 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള സൈഡല്ലേ, അപ്പോൾ 4നെ 4 പാർട്സ് ആക്കുകയാണെങ്കിൽ 4/4 എത്രയാണ്, 1 അല്ലേ. 1 സെൻറ്റിമീറ്റർ ഇടവിട്ട് ഓരോ പോയിൻറ്റ്സ് ഇടാം. അപ്പോൾ ഇത് 4 ഈക്വൽ പാർട്ടായി. ഇനി ഈ സൈഡും 1 സെൻറ്റിമീറ്റർ ഇടവിട്ട് 4 പോയിൻറ്റ്സ് ഇടുമ്പോൾ അതും 4 ഈക്വൽ പാർട്ടായി. ഇനി ഈ സൈഡും 1 സെൻറ്റിമീറ്റർ ഇടവിട്ട് 3 പോയിൻറ്റ്സ് ഇടുമ്പോൾ അതും എന്തായി, 4 ഈക്വൽ പാർട്സായി. ഇനി നമുക്ക് താഴെയുള്ള സൈഡിൻ്റെ ഓരോ പോയിൻറ്റിൽ നിന്നും മേലോട്ട് പെർപെൻഡിക്കുലർ വരയ്ക്കാം. ഈ ഓരോ പെർപെൻഡിക്കുലറും മേലെയുള്ള രണ്ട് സൈഡ്സ് ഇല്ലേ, ഈ രണ്ട് സൈഡ്സിൻ്റെയും ഓരോ പോയിൻ്റ് ഇടവിട്ടുള്ള പോയിൻറ്റ്സിലാണ് മീറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡിലെ ഓരോ പോയിന്റിൽ നിന്നും ഓരോ പെർപെൻഡിക്കുലർ വരയ്ക്കാം. ഈ പെർപെൻഡിക്കുലേഴ്സും നമ്മുടെ മറ്റ് രണ്ട് സൈഡ്സിലെ അതിലെ ഓരോ പോയിൻ്റ് ഇടവിട്ടുള്ള പോയിൻറ്റ്സിലാണ് മീറ്റ് ചെയ്യുന്നത്. ഈ റൈറ്റ് സൈഡിലെ ഓരോ പോയിന്റിൽ നിന്നും പെർപെൻഡിക്കുലേഴ്സ് വരയ്ക്കുക. ഈ പെർപെൻഡിക്കുലേഴ്സൊക്കെ ഈ ബാക്കിയുള്ള രണ്ട് സൈഡ്സില്ല അതിലെ ഓരോ പോയിൻ്റ് ഇടവിട്ടുള്ള പോയിൻറ്റ്സിലാണ് മീറ്റ് ചെയ്യുന്നത്. സോ ഇപ്പോൾ നമ്മുടെ ഫിഗർ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ക്യൂബ് ഒന്ന് മാർക്ക് ചെയ്യാം. അതിനുശേഷം ഈ ട്രയാങ്കിൾസും ഒന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഈ ട്രയാങ്കിൾസിനും ക്യൂബിനൊക്കെ തന്നിട്ടുള്ള കളേഴ്സ് കൊടുക്കാം. ആദ്യം ലൈറ്റ് ബ്രൗൺ കളർ കൊടുക്കാം, പിന്നെ ഷെയ്ഡഡ് ബ്രൗൺ കളേഴ്സ് കൊടുക്കാം, പിന്നെ ബേജ് കളറും കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫിഗർ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഈ ഫിഗർ വരയ്ക്കാം. ഈ ഫിഗർ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 6 സെൻറ്റിമീറ്റർ സൈഡുള്ള ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കാം. ആദ്യം 6 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള ഒരു ലൈന് വരയ്ക്കാം. എന്നിട്ട്
6 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള രണ്ട് സൈഡ് കൂടി വരച്ചാലേ ട്രയാങ്കിൾ ആവുള്ളൂ അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കോമ്പസ് എടുക്കാം. എന്നിട്ട് കോമ്പസ് ലെങ്ത്ത് ഈ 6 സെൻറ്റിമീറ്റർ മെഷർ ചെയ്യാം. എന്നിട്ട് കോമ്പസിൻ്റെ നീഡിൽ ഈ സൈഡിൻ്റെ ഒരു എൻഡിൽ വെച്ചിട്ട് ഒരു ആർക്ക് വരയ്ക്കാം, മറ്റേ എൻഡിലും വെച്ചിട്ട് ഒരു ആർക്ക് വരയ്ക്കാം. ഇപ്പോൾ നമുക്ക് 6 സെൻറ്റിമീറ്റർ ലെങ്ത് സൈഡുള്ള ഇക്വലാറ്റർ ട്രയാങ്കിളായി അല്ലേ. ഇനി ഈ സൈഡിനെ ഓരോ സൈഡിനെയും നമുക്ക് 6 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 6 സെൻറ്റിമീറ്ററിനെ 6 ഈക്വൽ പാർട്ടാക്കണമെങ്കിൽ എത്ര 6/6 അതെത്ര 1 ആണല്ലേ. അപ്പോൾ 1 സെൻറ്റിമീറ്റർ ഇടവിട്ടാണ് പോയിൻ്റ് ഇടേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ സൈഡിൽ 1 സെൻറ്റിമീറ്റർ ഇടവിട്ട് പോയിൻ്റ് ഇടുമ്പോൾ നമുക്ക് 6 ഈക്വൽ പാർട്ടായി. ഇനി ഈ സൈഡിലും 1 സെൻറ്റിമീറ്റർ ഇടവിട്ട് പോയിൻറ്റ്സ് ഇടുമ്പോൾ 6 ഈക്വൽ പാർട്ടായി. ഇനി ഈ സൈഡിലും 1 സെൻറ്റിമീറ്റർ ഇടവിട്ട് പോയിൻറ്റ്സ് ഇടുമ്പോൾ 6 ഈക്വൽ പാർട്ടായി. ഇനി താഴെയുള്ള സൈഡ് നോക്കൂ. താഴെയുള്ള സൈഡിലെ ഓരോ പോയിൻറ്റിൽ നിന്നും മേലോട്ട് പെർപെൻഡിക്കുലേഴ്സ് വരയ്ക്കാം. ഈ ഓരോ പെർപെൻഡിക്കുലേഴ്സും ബാക്കിയുള്ള മേലെയുള്ള രണ്ട് സൈഡിലെ ഈ സൈഡിലെ ഓരോ പോയിൻറ്റ്സ് ഇടവിട്ടുള്ള പോയിൻറ്റ്സിലാണ് മീറ്റ് ചെയ്യുന്നത്. ഇനി റൈറ്റ് സൈഡിലുള്ള എല്ലാ പോയിൻറ്റ്സിൽ നിന്നും പെർപെൻഡിക്കുലേഴ്സ് വരയ്ക്കാം. ഈ പോയിൻറ്റ്സൊക്കെ ഈ ബാക്കി രണ്ട് സൈഡ്സില്ല അതിലെ പോയിൻറ്റ്സിലേക്ക് ഓരോ പോയിൻ്റ് ഇടവിട്ടുള്ള പോയിൻറ്റ്സിലേക്കാണ് മീറ്റ് ചെയ്യുന്നത്. ഇനി ലെഫ്റ്റ് സൈഡിലെ പോയിൻ്റ് നോക്കൂ. ഈ പോയിൻറ്റ്സിൽ നിന്നും പെർപെൻഡിക്കുലേഴ്സ് വരിക. ഈ പെർപെൻഡിക്കുലേഴ്സും ബാക്കി രണ്ട് സൈഡ്സിലെ പോയിൻറ്റിലേക്ക് ഓരോ പോയിൻറ്റ്സ് ഇടവിട്ടുള്ള പോയിൻറ്റ്സിലേക്കാണ് മീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഫിഗർ ഏകദേശം കംപ്ലീറ്റ് ആയി. ഇതിനകത്ത് 3 ക്യൂബ്സ് ഉണ്ടല്ലേ, ആ 3 ക്യൂബ്സ് ഒന്ന് മാർക്ക് ചെയ്യാം. പിന്നെ ട്രയാങ്കിൾസും മാർക്ക് ചെയ്യാം. ഇനി കളർ കൊടുത്താൽ ഫിഗർ കംപ്ലീറ്റ് ആയി. ആദ്യം നമുക്ക് ലൈറ്റ് ബ്രൗൺ കളർ കൊടുക്കാം, പിന്നെ ഷെയ്ഡഡ് ബ്രൗൺ കളേഴ്സ് കൊടുക്കാം, പിന്നെ ബേജ് കളർ കൂടി കൊടുത്താൽ നമ്മുടെ ഫിഗർ കംപ്ലീറ്റ് ആയി. ഇനി നെക്സ്റ്റ് ഫിഗർ വരയ്ക്കാം. ഈ ഫിഗർ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 8 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കാം. അതിനുവേണ്ടി ആദ്യം ഒരു റൂളർ എടുത്തിട്ട് 8 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള ഒരു സൈഡ് വരയ്ക്കാം. ഇനി ബാക്കി രണ്ട് സൈഡ്സ് കൂടി ഇതിൻ്റെ എൻഡിൽ വരയ്ക്കണമല്ലേ, അതിനുവേണ്ടി ഒരു കോമ്പസ് എടുക്കാം. എന്നിട്ട് കോമ്പസ് ലെങ്ത്ത് 8 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തിട്ട് കോമ്പസിൻ്റെ നീഡിൽ ഈ ലൈനിൻ്റെ ഒരു എൻഡിൽ വെച്ചിട്ട് ഒരാർക്ക് വരയ്ക്കാം, മറ്റേ എൻഡിലും വെച്ചിട്ട് ഒരാർക്ക് വരയ്ക്കാം. ഈ രണ്ട് ആർക്സും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് നമ്മുടെ ട്രയാങ്കിളിൻ്റെ കോർണർ. ഈ കോർണറിൽ നിന്നും ബാക്കി രണ്ട് എൻഡിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ നമ്മുടെ ട്രയാങ്കിൾ കംപ്ലീറ്റ് ആയി. ഈ ഓരോ സൈഡിനെയും നമുക്ക് 4 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. 8 സെൻറ്റിമീറ്ററുള്ള ലൈനല്ലേ, അതിനെ 4 ഈക്വൽ പാർട്ടാകുമ്പോൾ 8/4 എത്രയാണ് 2 ആണല്ലേ. അപ്പോൾ 2 സെൻറ്റിമീറ്റർ ഇടവിട്ട് പോയിൻറ്റ്സ് ഇടാം. അപ്പോൾ ഈ സൈഡിൽ 2 സെൻറ്റിമീറ്റർ ഇടവിട്ട് പോയിൻറ്റ്സ് ഇടുമ്പോൾ 4 ഈക്വൽ പാർട്ടായി. ഇനി ഈ സൈഡിനെയും 2 സെൻറ്റിമീറ്റർ ഇടവിട്ട് പോയിൻറ്റ്സ് ഇടുമ്പോൾ 4 ഈക്വൽ പാർട്ടായി. ഇനി ഈ സൈഡിനെയും 2 സെൻറ്റിമീറ്റർ ഇടവിട്ട് പോയിൻറ്റ്സ് ഇടുമ്പോൾ 4 ഈക്വൽ പാർട്സായി. അപ്പോൾ എല്ലാ സൈഡ്സും 4 ഈക്വൽ പാർട്സായിട്ട് ഡിവൈഡ് ചെയ്തു. ഇനി നമുക്ക് ഈ താഴെയുള്ള സൈഡല്ലേ, അതിൻ്റെ ഓരോ പോയിൻറ്റിൽ നിന്നും മേലോട്ട് പെർപെൻഡിക്കുലേഴ്സ് വരയ്ക്കാം. ഈ പെർപെൻഡിക്കുലേഴ്സൊക്കെ ബാക്കി രണ്ട് സൈഡ്സില്ലേ, മേലെയുള്ള രണ്ട് സൈഡ്സ്, ആ സൈഡ്സിലെ ഓരോ പോയിൻറ്റിലേക്കും ഒന്നിടവിട്ടുള്ള പോയിൻറ്റിലേക്കാണ് മീറ്റ് ചെയ്യുന്നത്. ഇനി റൈറ്റ് സൈഡിലുള്ള എല്ലാ പോയിൻറ്റ്സിൽ നിന്നും പെർപെൻഡിക്കുലേഴ്സ് വരയ്ക്കാം. ഈ പോയിൻറ്റ്സും ബാക്കി രണ്ട് സൈഡ്സിലെ പോയിൻറ്റിലേക്ക് ഒന്നിടവിട്ടുള്ള പോയിൻറ്റ്സിലേക്കാണ് മീറ്റ് ചെയ്യുന്നത്. ഇനി ലെഫ്റ്റ് സൈഡിലെ ഓരോ പോയിൻറ്റ്സിൽ നിന്നും പെർപെൻഡിക്കുലേഴ്സ് വരയ്ക്കാം. ഈ പെർപെൻഡിക്കുലേഴ്സും ബാക്കി രണ്ട് സൈഡ്സിലെ പോയിൻ്റില്ലേ അതിലെ ഒന്നിടവിട്ടുള്ള പോയിൻറ്റ്സിലേക്കാണ് മീറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ പോയിൻറ്റ്സൊക്കെ ജോയിൻ ചെയ്തിട്ട് ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. ഈ പോയിൻറ്റ്സൊക്കെ ജോയിൻ ചെയ്തിട്ട് മറ്റൊരു ട്രയാങ്കിളും വരയ്ക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ ഫിഗർ കംപ്ലീറ്റ് ആയി. ഇനി ഇതിന് കളർ കൂടി കൊടുക്കാം. അപ്പോൾ ഈ നടുക്കുള്ള ട്രയാങ്കിളില്ലേ അതിന് ആദ്യം കളർ കൊടുക്കാം. ഇനി ഇതേപോലെ ബാക്കിയുള്ള ട്രയാങ്കിൾസില്ലേ, താഴെയുള്ള 3 ട്രയാങ്കിൾസ് അതിനും കളർ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫിഗർ കംപ്ലീറ്റ് ആയി.